ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ് ഗൈസ്, നമ്മുടെ ആനുവൽ എക്സാമിൻ്റെ ഫിസിക്സ് സ്റ്റഡി വ്ളോഗാണ് 9th സ്റ്റാൻഡേർഡിലെ. എന്തായാലും ഗൈസ് നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആവും ഈ ഒരു വ്ളോഗ്. നമ്മളോട് കുറേ പേര് എന്നെ ഇന്നലെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഫിസിക്സ് പഠിക്കാം, ചാപ്റ്റേഴ്സ് ഒന്നും പഠിച്ചിട്ടില്ല, സോ എങ്ങനെ മാർക്ക് കിട്ടും, അതുപോലെ തന്നെ പാസ്സായിട്ടേ ഇല്ല, അതുകൊണ്ട് പാസ്സാവണം എന്നുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. റിയലി ഞാൻ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോയിൽ എങ്ങനെ പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞുതരാം. സോ നിങ്ങൾ അതൊന്ന് റെഫർ ചെയ്തിട്ട് പഠിച്ചു നോക്കുക. ഡെഫിനറ്റ്ലി യു ഷുഡ് ഗെറ്റ് മാർക്സ്. അപ്പം എന്തായാലും ഗൈസ് നമ്മുടെ വീഡിയോയിലോട്ട് നേരെ പോവാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമേ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. പിന്നെ ആണെങ്കിൽ നമ്മൾ ഇന്ന് ഇത്തിരി വ്യത്യാസമായിട്ട് ഇരുന്നിട്ടൊക്കെയാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. സാധാരണ ഞാൻ നിന്നിട്ടാണ് വീഡിയോ എടുക്കാറുള്ളത്. ബട്ട് നമുക്കൊന്ന് പൊസിഷൻ ചേഞ്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കാര്യം എല്ലാ നേരവും നമ്മൾ നിന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഇത്തിരിയെങ്കിലും ഒരു ഡിഫറൻസ് വേണ്ടെന്ന് വെച്ചിട്ട് ഇന്ന് ഞാൻ ഇങ്ങനെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ പറയാം കേട്ടോ. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് നമ്മുടെ സ്റ്റഡി വ്ളോഗിലോട്ട് നേരെ പോവാം. സ്കിപ്പ് അടിക്കാതെ തന്നെ എല്ലാവരും കാണാം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി വ്ളോഗാണ്. നമ്മൾ വിചാരിക്കും അങ്ങനെ എന്താ പറയുക നോക്കേണ്ട ആവശ്യമുണ്ടോന്നൊക്കെ, പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ എന്താ പറയുക കറക്റ്റായിട്ട് സ്കിപ്പ് അടിക്കാതെ കണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മാർക്സ് സ്കോർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ. അത് മാത്രമല്ല, ഇത് ഈ ഒരു ഫിസിക്സിൻ്റെ കുറേ പേര് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുന്നുണ്ട്. ആകെ എൻ്റെ അടുത്തുള്ളത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സിൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ അങ്ങനെ ടെസ്റ്റ് പേപ്പർ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറേ ഉള്ളൂ. അത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന് മാത്രമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് നോട്ട്സ് വേണ്ടതെന്നൊന്ന് പറയണം കേട്ടോ. കാര്യം കുറേ പേര് പലതും പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല റിയലി. എന്ന് വെച്ചാൽ ഏതിടണം എന്ന് ഡൗട്ടായി. പലവരും പലതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഡൗട്ടായി. സോ നിങ്ങൾ ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ ഏത് നോട്ട്സ് ആണോ വേണ്ടത്, നിങ്ങൾക്ക് വേണ്ടത് ഏത് നോട്ട്സ് ആണോ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ട്യൂഷൻ ബുക്കിലത്തെ എന്താ പറയുക പിക്ക് എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്ത് തരാം. അപ്പോൾ താല്പര്യമുള്ളവർ എന്തായാലും കമൻറ്റ് ഇടാം ഇപ്പം തന്നെ കേട്ടോ. എന്തായാലും കേസ് നമ്മൾ സംസാരിച്ചിരിക്കുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സോ ലെറ്റ്സ് ഗോ ടു അവർ സ്റ്റഡി വ്ലോഗ്. ഗൈസ്, അപ്പോൾ നമ്മുടെ സ്റ്റഡി വ്ലോഗിലോട്ട് നമുക്ക് പോയാലോ. ഭയങ്കര യൂസ്ഫുൾ ആവുന്ന ഒരു സ്റ്റഡി വ്ലോഗാണ്. ആരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ടിരുന്ന് ഈ ഒരു വീഡിയോ കാണാം കേട്ടോ. അതുപോലെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് കാണാം. അപ്പം എല്ലാവർക്കും നമ്മുടെ ഫിസിക്സിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് ഓൾ ദി ബെസ്റ്റ് കേട്ടോ. അപ്പോൾ ഈ 4 പോയിൻറ്റ്സാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉള്ളത്. ഇതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റീഡ് ടെസ്റ്റാണ് കേട്ടോ. ഈ ടെസ്റ്റ് റീഡ് ചെയ്യാന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലേ, അതെനിക്ക് ഒട്ടും ഇഷ്ടമുള്ളതൊരു പരിപാടിയായിരുന്നു. കാര്യം റീഡ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പഠിക്കുക, എഴുതുക, അതൊക്കെ എനിക്ക് ഓക്കെയാണ്, ഞാൻ അതൊക്കെ ചെയ്യും. പക്ഷേ ഈ ഒരു ടെസ്റ്റ് റീഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമേ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഞാൻ ശരിക്കും മുമ്പത്തെ എക്സാം വരെ ടെസ്റ്റേ റീഡ് ചെയ്തിട്ടില്ല കേട്ടോ. എക്സാമിന് പോകുന്നതിന് മുമ്പ് ഈ ഒരു എക്സാമൊക്കെ മുതലാണ് ഞാൻ തിരിച്ചറിയുന്നത് എന്താ പറയുക നമ്മൾ ടെസ്റ്റ് റീഡ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ടെന്ന്. അത് പണ്ടും പറയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ടെസ്റ്റ് റീഡ് ചെയ്യാതെ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ടെസ്റ്റ് ഒന്ന് റീഡ് ചെയ്യായിരുന്നത് കേട്ടോ. എനിക്കാണെങ്കിൽ മടിയും ഉണ്ടായിരുന്നു, അത് വേറൊരു കാര്യം. അപ്പം അങ്ങനെ ഞാൻ ടെസ്റ്റ് റീഡ് ചെയ്യുന്നോണ്ടിരിക്കുകയാണ്. ഒരു ടെസ്റ്റ് റീഡ് ചെയ്യലേക്കൂടെ നമുക്ക് എന്താണ് കിട്ടണതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല കേട്ടോ. ടെസ്റ്റ് റീഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പഠിക്കാത്ത ഐറ്റംസ് വരെ നമ്മൾ റീഡ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും കേട്ടോ. അതാണ് ശരിക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേർഡ്സൊക്കെ മനസ്സിലാക്കാനായാലും, അതുപോലെ തന്നെ ന്യൂ വേർഡ്സൊക്കെ എന്താ പറയുക പഠിക്കാനായാലും, കോൺസെപ്റ്റ് പഠിക്കാനായാലും ടെസ്റ്റ് തന്നെയാണ് എളുപ്പം. പക്ഷേ അത് റീഡ് ചെയ്യാനായിട്ടുള്ളൊരു മനസ്സ് വേണം. എനിക്ക് ആ മനസ്സുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെയാണ് എനിക്ക് ആ ഒരു മനസ്സ് വന്നത് തന്നെ. എന്തായാലും ഗൈസ്, ഞാൻ ഇത് റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബയോളജിയുടെ ടെസ്റ്റ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒട്ടും വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പഠിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ശരിക്കും പഠിക്കുക മാത്രമല്ല കേട്ടോ, നമ്മളിങ്ങനെ വായിക്കണം. പക്ഷേ ഞാൻ വായിക്കാനായിട്ട് വിട്ടുപോയി ഗൈസ്, ടൈമും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ബയോളജിക്ക് ഇത്തിരി മാർക്ക് കുറവായിരിക്കും എനിക്ക് ഉറപ്പാണ് കേട്ടോ. കാര്യം നമ്മൾ വന്നപ്പോൾ എന്ന് വെച്ചാൽ എഴുതി വന്നപ്പോൾ ഓക്കെ ആയിരുന്നു, പക്ഷേ ആൻസർ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ടെസ്റ്റ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കട്ട് ചെയ്താണ് കാട്ടണത്. എല്ലാവരും ഒരുമിച്ച് കാട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും ഗൈസ്, നല്ല ബോറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഓരോ പോർഷൻസ് ആയിട്ടാണ് കാട്ടിയിട്ടുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല പൊസിഷനിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണേന്ന്. ബിക്കോസ് എന്താ പറയുക, ഒരു പൊസിഷനിൽ തന്നെ ഇരുന്ന് കാണുന്നേക്കാൾ നല്ലതാണ് പല സൈഡിലിരുന്ന് കാണുന്നത്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു എൻ്റെ കോൺസെപ്റ്റിൽ അത് ഭയങ്കര എനിക്ക് ഇഷ്ടമാണ്, കാണാൻ ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സൈഡാക്കിയിട്ട് ഇങ്ങനെ എടുക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു പോയിന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
നെക്സ്റ്റ് ആയിട്ടുള്ള പോയിന്റ് എന്താണെന്ന് നോക്കിയാലോ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗൈസ് വേറൊന്നുമല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ശരിക്കും പഠിക്കാത്ത ആൾക്കാർക്കുള്ളതാണ് കേട്ടോ. പഠിക്കാത്തതെന്ന് പറയുമ്പോൾ ഇന്നലെ കുറേ പേര് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്താ പറയുക, ചാപ്റ്റേഴ്സ് തുറന്നു പോലും നോക്കിയിട്ടില്ല, പഠിക്കാൻ പറ്റുന്നില്ല, ഒരു മൂഡില്ല, ഒരു മോട്ടിവേഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ കുറേ പേര് കേട്ടോ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും എനിക്ക് ആ ഒരു ടൈമിൽ തോന്നി എന്താണെന്നറിയോ, നിങ്ങളിങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, അതെനിക്ക് അത്രക്ക് ഒരു എന്താ പറയുക, ഒരു കെയർലെസ് ആയിട്ടുള്ള എന്നെ കെയർ ആക്കുന്ന പോലെ ഒരു ഫീലാണ് എനിക്ക് ശരിക്കും അത് ആ ഒരു കമൻസിനെ കൊണ്ടൊക്കെ എനിക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ആൻഡ് ഗൈസ്, ഈ ഒരു പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നില്ലേ, നമുക്ക് പഠിക്കാൻ പറ്റാത്ത എന്താണെന്നറിയോ, നമ്മൾ പഠിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ്, നമ്മുടെ മനസ്സ് അങ്ങനെ പറയണേ കൊണ്ടാണ്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, നമ്മൾ മനസ്സ് പറയുന്നത് മാറ്റി വെച്ചിട്ട് ഒന്ന് പഠിക്കാതിരുന്ന് നോക്കിയേ, നമുക്ക് പഠിക്കാൻ പറ്റും. അത് മാത്രമല്ല, നമ്മൾ പഠിക്കാതിരിക്കുമ്പോൾ എന്തെങ്കിലും തിന്നാനുള്ള സാധനമോ അല്ലെങ്കിൽ വല്ല ഡ്രിങ്ക്സോ എന്തായാലും ഇട്ടോ, നാരങ്ങളിലോ എന്തായാലും നിങ്ങൾ സൈഡിലെടുത്തൊന്ന് വെച്ചിട്ട് പഠിച്ചു നോക്കിയേ, നിങ്ങളത് കുടിക്കുകയും ചെയ്യും പഠിക്കുകയും ചെയ്യും. ഡെഫിനറ്റ്ലി കേട്ടോ, ഞാൻ അത് ട്രൈ ചെയ്യാറുള്ളൊരു സംഭവമാണ് ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതുപോലത്തെ പോയിൻറ്റ്സ് ആണ് കേട്ടോ. ഫോർ എക്സാമ്പിളാണ് ഇപ്പോൾ കാട്ടിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് കുറേ ഉണ്ട് നമ്മുടെ ടെസ്റ്റിൽ. അത് ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതുപോലെ ഒരു മഞ്ഞ ബോക്സിലോ ഏതെങ്കിലും ബോക്സിലോ കൊടുത്തിട്ടുണ്ടാവും. അപ്പം ആ ഒരു ബോക്സിലുള്ളത് എന്ന് വെച്ചാൽ യെല്ലോ കളർ ബോക്സൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. അപ്പം അതൊക്കെ പഠിക്കുക കേട്ടോ. ഒന്നും പഠിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ചാപ്റ്റർ ഒന്നും മനസ്സിലായിട്ടില്ല, അങ്ങനെ പഠിച്ചിട്ടില്ല എന്നൊരു മനസ്സിൽ നിങ്ങളുടെ ഉറപ്പുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞു തന്നത് കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് പോയിന്റിലോട്ട് പോവാം ഗൈസ്. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പോയിന്റിലോട്ട് പോവാം. നെക്സ്റ്റ് പോയിന്റ് മീൻസ് വേറൊന്നുമില്ല ഗൈസ്, നമ്മുടെ സൈലം എക്സാമിനേഴ്സ് എജുപോർട്ട് എന്തായാലും കേട്ടോ, എന്തായാലും നിങ്ങളുടെ ഇഷ്ടത്തിനുള്ളത് നിങ്ങൾ കാണാം കേട്ടോ. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സസ് എന്ന് പറയുന്നത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഇതുപോലത്തെ കാര്യത്തിനൊക്കെ. എന്തായാലും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ യൂട്യൂബിൽ ഇങ്ങനെ കണ്ട് പഠിക്കുക എന്ന് പറയുന്നത്. അതെന്തോ ഒരു സാറ്റിസ്ഫാക്ഷനാണ്, നമുക്ക് പഠിക്കാനോ ഒരു മോട്ടിവേഷനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബ് ക്ലാസ്സസ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും ഡെഫിനറ്റ്ലി യു ക്യാൻ സ്റ്റഡി ഗൈസ്. അപ്പോൾ ഞാൻ ഇത്തിരി സ്പീഡ് എന്ന് വെച്ചാൽ 2x സ്പീഡിലാണ് ഞാനായിട്ട് കാണുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സംസാരിക്കുന്ന ടൈമിൽ ഭയങ്കര ലാഗാണ് കേട്ടോ. എനിക്കാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ 2x സ്പീഡിലിടുമ്പോൾ ഇപ്പോൾ 2 മണിക്കൂറുള്ള വീഡിയോ ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് കണ്ടു തീർക്കാൻ പറ്റും. അങ്ങനെ ഒരു ഹാഫ് മണിക്കൂറിനുള്ളിൽ നമുക്ക് എന്ത് വീഡിയോസ് കണ്ട് തീർക്കാൻ പറ്റും ഈ ഒരു 2x സ്പീഡിലിടുമ്പോൾ. അതാണ് ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത്. കൂടാതെ മനസ്സിലാവണമെന്നുള്ളൂ കേട്ടോ, എനിക്ക് മനസ്സിലാവാറുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ 2x സ്പീഡിനേക്കാളും കുറച്ചിട്ടാൽ മതി. നമ്മുടെ സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് കുറയ്ക്കാം കേട്ടോ. അപ്പം അങ്ങനെ ചെയ്ത് നോക്കുക. ഞാൻ അങ്ങനെ ഇട്ടിട്ടാണ് കാണാറുള്ളത്. അപ്പം ഞാൻ അങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ നടന്ന ലൈവ് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അപ്പം അതിൻ്റെ ബാക്കിയുള്ളത് കണ്ടിട്ട് വേണമല്ലോ ഇന്നത്തെ മെഗാ മാരത്തോണും നാളത്തെ മോർണിംഗ് ബൂസ്റ്ററൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആരും മറക്കണ്ട കേട്ടോ, മെഗാ മാരത്തോണും മോർണിംഗ് ബൂസ്റ്ററൊക്കെ അറ്റൻഡ് ചെയ്യുക. അതൊക്കെ കണ്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഫിസിക്സിന് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. എനിക്കും ഫിസിക്സിന് മാർക്ക് കുറവായിരുന്നു മുമ്പത്തെ വർഷം. സോ അതുകൊണ്ട് തന്നെ എനിക്കും ഭയങ്കര ഒരു എന്താ പറയുക, പഠിച്ച് മാർക്ക് ഫുൾ കിട്ടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. സോ ഞാൻ എന്തായാലും അതിന് വേണ്ടിയിട്ട് തന്നെ ട്രൈ ചെയ്യുകയാണ് കേട്ടോ. അവിടെ നെക്സ്റ്റ് പോയിൻ്റാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോണത്. ഇത് ലാസ്റ്റ് പോയിൻ്റ് ആണ് കേട്ടോ. ഡു പ്രോബ്ലംസ് ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെയാണ് ഇതുപോലത്തെ പ്രോബ്ലംസ് നമ്മൾ കണ്ടിട്ടുള്ളത്. ബയോളജിയിലൊന്നും പ്രോബ്ലംസ് ഇല്ല, അതിൽ കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഫിസിക്സിലാണ് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഉള്ളത് കേട്ടോ. അതും ഏത് ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം നമുക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പം ഏത് ഇക്വേഷൻസ് ഒക്കെയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓടിപ്പോയിട്ട് എന്ത് ചെയ്യുക, യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്യുക കേട്ടോ. ഓൾ ഇക്വേഷൻസ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ സൈലവും എക്സാമിനേഴ്സും എജുപോർട്ടൊക്കെ ഡെഫിനറ്റ്ലി അത് എന്താ പറയുക ഒരു കോണ്ടൻറ്റ് വീഡിയോ ഇട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഞാനും അത് കണ്ടിട്ടില്ല, കാണണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ. എല്ലാ ഇക്വേഷനും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്താ പറയുക പ്രോബ്ലം ചെയ്യാൻ പറ്റും, ഉറപ്പാണ്. പിന്നെ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാവണം. അതിനാണ് ചാപ്റ്റർ നന്നായിട്ട് തന്നെ വായിക്കുക കേട്ടോ ഇരുന്നിട്ട്. അപ്പോൾ ഞാൻ ടെസ്റ്റത്തെ പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രിക് കറൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലെ പ്രോബ്ലംസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എനിക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പക്ഷേ കിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഓരോ പ്രോബ്ലംസ്
ഒക്കെ ഞാൻ ചെയ്തു വെക്കാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളും മോട്ടിവേറ്റഡ് ആയിട്ട് എന്താ പറയുക കിട്ടും എന്ന് വിചാരിച്ചിട്ട് പഠിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. എന്തായാലും ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാംസ്. മടിയൊക്കെ ഉണ്ടാവും. മടിയൊക്കെ വരികയാണെങ്കിൽ റെസ്റ്റ് ഒക്കെ എടുക്കാം, നോ പ്രോബ്ലം. പക്ഷേ ആ ഒരു മടിയിനൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഇത്തിരി നേരമെങ്കിലും പഠിത്തത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങളും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോയിൽ ഇനി എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അതുകൂടി അറിയിക്കാനായിട്ട് മറക്കണ്ട. നിങ്ങളുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനും ഒന്നിനും മറക്കണ്ട. സോ ബൈ ഡിയേഴ്സ്. നാളെ നമ്മൾ എന്തായാലും സോഷ്യലിൻ്റെ സ്റ്റഡി വ്ലോഗ് ആയിട്ട് വരുന്നതായിരിക്കും. സോ അത് കാണാനും മറക്കണ്ട കേട്ടോ. നാളെ ആയിരിക്കും നമ്മൾ ഫിസിക്സിൻ്റെ സ്റ്റഡി വ്ലോഗ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്സിൻ്റെ റിവ്യൂ നമ്മൾ ഇടുന്നുണ്ടാവുക. മറ്റന്നാൾ നമ്മൾ സോഷ്യലിൻ്റെ സ്റ്റഡി വ്ലോഗ് ഇടും. സോ നിങ്ങൾ അതൊന്നും കാണാൻ മറക്കണ്ട. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സോ ബൈ.